ഇന്നത്തെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡ് വളരെ മനോഹരമായിരുന്നു. നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ ഡാൻസ് ഒക്കെ വളരെ ഗംഭീരമായിരുന്നു. എല്ലാവരുടെയും കോംബോ ഡാൻസ് അടിപൊളി തന്നെയായിരുന്നു. ഫസ്റ്റ് 2 ശ്രീധുവിൻ്റെയും അതുപോലെ തന്നെ അർജുൻ്റെ ഡാൻസ് ആയിരുന്നു. വളരെ ഗംഭീരം തന്നെയായിരുന്നു അവരുടെ ഡാൻസ്. അതിനുശേഷം ശ്രീധുവിൻ്റെ ഒരു സിംഗിൾ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ ജിൻഡോൻ്റെയും അൻസിബയുടെയും ഡാൻസ്. ജിൻഡോയും അൻസിബയും നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചത്. അൻസിബ വളരെ നന്നായിട്ടാണ് കളിച്ചത്. പിന്നെ നോറയുടെ സിംഗിൾ ഡാൻസ് ആയിരുന്നു. അതും വളരെ ഗംഭീരം തന്നെയായിരുന്നു. പിന്നെ അടുത്ത വന്നിട്ട് വീണ്ടും നമ്മുടെ ജിൻഡോൻ്റെയും അതുപോലെ തന്നെ അപ്സരയുടെയും ഡാൻസ് ആയിരുന്നു. നല്ല അടിപൊളി ഡാൻസ് തന്നെയായിരുന്നു. നമ്മൾ ഓൾറെഡി പ്രാക്ടീസിലൊക്കെ കണ്ടു കാണുമായിരിക്കുമല്ലേ. അടിപൊളി ഡാൻസ് തന്നെയായിരുന്നു. പിന്നെ വീണ്ടും നമ്മുടെ അപ്സരയുടെയും അതുപോലെ തന്നെ നമ്മുടെ അർജുൻ്റെയും ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അഭിഷേകിൻ്റെയും നന്ദനയുടെയും അവരുടെ കോംബോ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ശ്രീധുവും പോയിട്ട് ജാസ്മിൻ്റെയും അതുപോലെ തന്നെ സിജോൻ്റെ ഒക്കെ ഡാൻസും അതെ. ജാസ്മിനൊക്കെ വളരെ നന്നായിട്ടാണ് ഡാൻസ് കളിച്ചത്, പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ബോയ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഗേൾസിന് ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസിന് എല്ലാവരും തന്നെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ കണ്ടസ്റ്റൻസ് ആ ടീഷർട്ട് ഇട്ട് ഡാൻസ് കളിച്ചാൽ മാത്രം എന്തോ പോലെയായി. കാരണം അവർ അവരുടെ ഡ്രസ്സിലാണ് കളിക്കാൻ കുറച്ചും കൂടി നന്നായിരിക്കും നമുക്ക് കാണാനായിട്ട്. വിഷ്വലി അടിപൊളിയായിരിക്കും കാണാനായിട്ട്. അവരുടെ ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ആ ടീഷർട്ട് മാത്രം കൊളാക്കി. അത് വേണ്ടായിരുന്നു ബിഗ് ബോസേ. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ നമ്മൾ ഒരു അഭിപ്രായം പറഞ്ഞു അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അടുത്ത പ്രാവശ്യം ഇനി എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണാതിരിക്കില്ല. അപ്പം ഞാൻ എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.